ഹലോ, എവറിത്തിങ് ഡയബറ്റീസിൻ്റെ ഇനിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഡയബറ്റിക് പേഷ്യൻസിനുള്ള പാദരക്ഷ അല്ലെങ്കിൽ ഡയബറ്റിക് ഫുട്വെയർ. നമുക്കറിയാം, ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിൻ്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു കോംപ്ലിക്കേഷനാണ് ഡയബറ്റിക് ഫുട്ട്. അപ്പം പലപ്പോഴും നമ്മുടെ അടുത്ത് ഒരു പേഷ്യൻ്റ് വന്ന് ചോദിക്കുന്നത്, ഡോക്ടറെ, എൻ്റെ കാലൊക്കെ ഉണ്ടാവുമോ ഇത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ കിട്ടുമോ എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സങ്കടം തോന്നും. ബട്ട് ഇതാണ് വാസ്തവം. ബിക്കോസ് പലപ്പോഴും ഒരു ചെറിയ ഒരു കെലോസിറ്റി അല്ലെങ്കിൽ ഒരു തഴമ്പായിട്ട് തുടങ്ങണ, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു മുറിവായിട്ട് തുടങ്ങി അത് ഒരു ആംപുറ്റേഷനിൽ വരെ എത്തിക്കുന്ന ഒരു അവസ്ഥയാണ് ഡയബറ്റിക് ഫുട്ട്. അപ്പം നമ്മളിതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡയബറ്റിക് പാദരക്ഷ അല്ലെങ്കിൽ ഡയബറ്റിക് ഫുട്വെയർ. അപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആൻഡ് ഡയബറ്റിക് ഫുട്ട് സ്പെഷ്യലിസ്റ്റ് മിസ്റ്റർ പ്രകാശ് ഉണ്ട്. ഈ ഡയബറ്റിക് ഫുട്വെയറിനെ കുറിച്ച് കൂടുതൽ നമുക്ക് പറഞ്ഞു തരാനായിട്ട്. സോ പ്രകാശ്, വെൽക്കം to this program. Thank you, sir. Thank you to be in Silver Line. പ്രകാശ്, ആദ്യം തന്നെ നമ്മുടെ പ്രമേയ രോഗികൾക്ക് അറിയേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ഒരു വ്യത്യാസം, ഒരു ഡയബറ്റിക് ഫുട്വെയറും ഒരു സാധാരണ ഫുട്വെയറും തമ്മിൽ എന്താണ് വ്യത്യാസം? യെസ്, ഡയബറ്റിക് ഫുട്വെയറും നോർമൽ ഫുട്വെയറിലും വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് ഗൈഡ് ലൈൻസ് വെച്ചിട്ടുണ്ട്. എങ്ങനെ ആയിരിക്കണം ഒരു ഡയബറ്റിക് ഫുട്വെയർ എന്നുള്ളത് നമ്മൾ ഗൈഡ് ലൈൻസ് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഇതാണ് നമ്മുടെ ഡയബറ്റിക് ഫുട്വെയർ. ഇതിൽ ആദ്യം ഇമ്പോർട്ടൻ്റ് പറയുന്നത് ബാക്ക് സപ്പോർട്ട് വേണം. ഹീൽ കൗണ്ടർ പോലെ ബാക്ക് സപ്പോർട്ട് വേണം. ഫ്രണ്ട് ഫുട്വെയർ ഷുഡ് ബി ഓപ്പൺ. കാരണം അവരുടെ ഫുട്ട് അവർക്ക് ഇടാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഷുഡ് ബി ഓപ്പൺ. ആൻഡ് തേർഡ് ഈസ് ദ വെരി ഇമ്പോർട്ടൻ്റ് ഈസ് ദ ഇൻസോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഓപ്പൺ എന്ന് പറയുമ്പോൾ പ്രിഫറബിളി ഒരു വെൽക്രോ മെക്കാനിസം റിവേഴ്സ് വെൽക്രോ മെക്കാനിസം വേണം. അല്ലെങ്കിൽ പേഷ്യൻ്റ് നടക്കുമ്പോൾ സ്ലിപ്പായി വീഴാൻ ചാൻസസ് ഉണ്ട്. അതാണ് നമ്മുടെ ഡിഫറൻസസ് നമ്മൾ നോർമൽ ഫുട്വെയറായിട്ട് നമ്മൾ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ വെൽക്രോന്റെ ഒരു പ്രത്യേകത, അത് പേഷ്യന്റിന്റെ കാല് പോകുമ്പം അത് ഓട്ടോമാറ്റിക്കലി അത് കുറച്ച് ഈൽഡിംഗ് ആണ്, കുറച്ച് അത് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. വേറെ എന്താണെങ്കിലും അത്ര ഈസി ആയിട്ട്. അതാണ് നോർമൽ ഫുട്വെയർ ആയിട്ടുള്ള നമ്മുടെ ഡിഫറൻസ്. മെയിൻ ഇമ്പോർട്ടൻസ് അതാണ്. നമ്മൾ രണ്ട് കാര്യം പറഞ്ഞു, ഹീൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഹീൽ കൗണ്ടർ പറഞ്ഞു, ടോ ബോക്സ്. ഈ ടോ ബോക്സ് ഷുഡ് ബി ഓപ്പൺ and it should essentially have with a reverse velcro. Okay. And third is very important is the insole. Is called MCR. MCR എന്ന് പറയുന്നത് മൈക്രോ സെല്ലുലാർ റബ്ബർ. ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഇൻ ദ വേൾഡിൽ ഇതിന് മാത്രമേ ഉള്ളൂ റീബൗണ്ട് പ്രഷർ കിട്ടാനുള്ള ടെൻഡൻസി. അതാണ് നമ്മൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഹാസ് എ റീബൗണ്ട് ടെൻഡൻസി. നോർമൽ ഫുട്വെയറിന് റീബൗണ്ട് ടെൻഡൻസി ഇല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ മോസ്റ്റ് ഓഫ് ദി ഡയബറ്റിക് പേഷ്യൻറ്റിന് മുട്ടിൻ്റെ താഴത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറവായിരിക്കും. അപ്പോൾ താഴത്തേക്ക് എത്തുമ്പോൾ അവർക്ക് സെൻസിറ്റിവിറ്റി ഉണ്ടാവില്ല, കാലുമ തരിപ്പ് എന്നൊക്കെ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് അപ്പോൾ ഈ ഫുട്വെയർ ഇടുമ്പോൾ വെൻ ദേ വാക്ക് ദേ ഗെറ്റ് ദ പ്രഷർ ഓൺ ദി സ്പോട്ട്. അപ്പോൾ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും അവർക്ക് നല്ല പ്രഷർ കിട്ടും. സോ ദേ ഫീൽ വെരി കംഫർട്ടബിൾ ടു വാക്ക്. അല്ലെങ്കിൽ ദേ നോട്ട് ബി ഏബിൾ ടു വാക്ക്. അതുകൊണ്ടാണ് മറ്റുള്ള സാധാരണ ഫുട്വെയർസ് എല്ലാം ഹാർഡ് സർഫസാണ്. ഹാർഡ് സർഫസിൽ പ്രസ് ചെയ്യുമ്പോൾ ഇറ്റ് ഡസൻറ്റ് റീബൗണ്ട്. ആൻഡ് MCR എന്ന് പറയുന്ന മൈക്രോ സെല്ലുലാർ റബ്ബർ ഇറ്റ് റീബൗണ്ട്സ് ബാക്ക്. എനിക്ക് തോന്നുന്നു ഈ ഹാർഡ്നെസ് മാത്രമല്ല, ഈവൻ വെരി സോഫ്റ്റ് മെറ്റീരിയൽ ആണെങ്കിലും ഒരു പക്ഷേ ഈ റീബൗണ്ട് കിട്ടില്ല. ഈ നമ്മുടെ ഓഡിയൻസ് മനസ്സിലാക്കേണ്ടത് ഒരു ആക്ച്വൽ റീബൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് റീബൗണ്ട് ആയിരിക്കും. It shouldn't be too soft and it shouldn't be too hard. Yes, correct. And ഇതിനൊരു കണക്കുണ്ട്. It should be minimum 8 mm വേണം. 8 mm 10 mm വരെ മിനിമം നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. നമ്മൾ എല്ലാ ഫുട്വെയർസിനും മിനിമം 8 to 10 mm ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത്. എല്ലാ ഫുട്വെയർസിലും നമ്മുടെ ഡയബറ്റിക് ഫുട്വെയർസിന് എല്ലാത്തിനും 8 mm ഫുട്വെയർസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇൻസോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ദാറ്റ്സ് വാട്ട് ഓൾ അബൌട്ട്. നമ്മളിപ്പോൾ ഒരു നോർമൽ ഡയബറ്റിക് ഫുട്വെയറിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അപ്പോൾ ആ ഫുട്വെയർ മൂലം പ്രമേയ രോഗിക്ക് ഒരു ഡയബറ്റിക് ഫുട്ട് പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ള ഒരു കോൺസെപ്റ്റാണ്.
അപ്പോൾ അത് എല്ലാ പ്രമേയ രോഗികളും ഒരു പക്ഷേ ഈ ഫുട്വെയർ ഉപയോഗിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതെ. പക്ഷേ ചില സിറ്റുവേഷൻസിൽ നമുക്ക് സ്പെഷ്യൽ സിറ്റുവേഷൻസ് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നോൺ ഹീലിംഗ്, ഒരു വ്രണം ഉണങ്ങുന്നില്ല, അത് അവിടെ കൂടുതൽ പ്രഷർ എക്സേർട്ട് ചെയ്യണമുണ്ടോ അല്ലെങ്കിൽ പ്രഷർ വരണമുണ്ടോ അത് ഉണങ്ങുന്നില്ല, അല്ലെങ്കിൽ ഒരു ബ്രോക്കൺ ഡൗൺ കെലോസിറ്റി അല്ലെങ്കിൽ ഒരു തഴമ്പ് പൊട്ടി പഴുത്ത് അത് പിന്നെയും പൊട്ടി ഇങ്ങനെ പഴുത്തുകൊണ്ടിരിക്കും. ബിക്കോസ് അവിടെ കൂടുതൽ ഈ തഴമ്പെന്ന് പറയുമ്പോൾ ഒരു കല്ലോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഹാർഡ് സബ്സ്റ്റൻസ് നമ്മുടെ തൊലിപ്പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ ദശയുടെ ഉള്ളിലേക്ക് കുത്തിക്കേറിയിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഈ തഴമ്പെന്ന് പറയുന്നത്. അപ്പോൾ അത് പിന്നെയും അത് പൊട്ടി പഴുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു അവസ്ഥകളിൽ നമുക്ക് മോഡിഫൈഡ് ഫുട്വെയർ, ഈ ഫുട്വെയറിനെ കുറച്ച് ഈ ഒരു നോർമൽ ഡയബറ്റിക് ഫുട്വെയർ ഒരു പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മോഡിഫൈഡ് ഫുട്വെയർ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കും. അപ്പോൾ ഈ മോഡിഫൈഡ് ഫുട്വെയർ എന്തൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ എത്ര നേരം സംസാരിച്ച നോർമൽ ഫുട്വെയർ. ഇതാണ് നോർമൽ ഫുട്വെയർ. ഇനി സർ ഡോക്ടർ ചോദിച്ച മാതിരി മോഡിഫൈഡ് ഫുട്വെയർ. മോഡിഫൈഡ് ഫുട്വെയറിന് പല കാര്യങ്ങളുണ്ട്. അത് നമ്മൾ സിറ്റുവേഷൻസ് നോക്കണം, എവിടെയാണ് പേഷ്യൻറ്റിന് പ്രോബ്ലം. 3 ഭാഗമാണത്. ഒന്ന് ഇറ്റ്സ് കോൾഡ് 4 ഫുട്ട്, ഇത് മിഡ് ഫുട്ട് ആൻഡ് ഹിൻ ഫുട്ട്. ഇപ്പോൾ നമുക്ക് 4 ഫുട്ടിലാണ് പേഷ്യൻറ്റിന് ഒരു പ്രോബ്ലം, വുണ്ട് വന്നു, സർ ഡോക്ടർ പറഞ്ഞ വുണ്ട് വന്നു, അവിടെ ചെറിയൊരു കാലസും ഇത് വന്നെങ്കിൽ നമുക്ക് ആ പേഷ്യൻ്റ് എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അത്രയും പ്രഷർ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിന് നമ്മൾ പറയുന്ന ഒരു വേർഡാണ് ഇറ്റ്സ് കോൾഡ് ഓഫ് ലോഡിങ്. ഓഫ് ലോഡിങ്ങിന് എന്താണെന്ന് വെച്ചാൽ അത്രയും ഭാഗം അവർ നടക്കുമ്പോൾ അവർക്ക് പ്രഷർ അവിടെ വെയിറ്റ് വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ ഇറ്റ്സ് കോൾഡ് ഈ ഫുട്വെയറിന് ഇറ്റ്സ് കോൾഡ് റോക്കർ ബോട്ടം ഫുട്വെയർ. അപ്പോൾ ഇവിടെയാണ് പേഷ്യൻറ്റിന് ഒരു പ്രോബ്ലം എന്ന് പറയുകയാണെങ്കിൽ നമുക്കിവിടെ പ്രഷർ വരില്ല. ഇപ്പോൾ പേഷ്യൻ്റ് നടക്കുമ്പോൾ കണ്ടില്ലേ, ഇവിടെ പ്രഷർ വരില്ല, ഇവിടെ പ്രഷർ വരില്ല. പിന്നെ എവിടെയാണോ വൂണ്ട് എങ്കിൽ നമ്മൾ അവിടെ ഒരു ചെറിയൊരു ആ വൂണ്ടിനെ കോൾഡ് ഓഫ് ലോഡിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ സ്കൂപ്പിംഗ് എന്ന് പറയും. അത്രയും പോർഷൻ നമ്മൾ അവിടെ കട്ട് ചെയ്തിട്ട് അവിടെ പ്രഷർ കൊടുക്കുക. അപ്പോൾ വൂണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഹീൽ ചെയ്യാൻ എളുപ്പമുണ്ട്. അല്ലെങ്കിൽ ഈ വൂണ്ട് നോർമൽ സർഫസിലാണെന്ന് പറഞ്ഞാൽ വൂണ്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ പിന്നെയും അവിടെ പ്രഷർ കൊടുത്തപ്പോഴത്തെ വൂണ്ട് ഉണങ്ങില്ല. പിന്നെ ഈ സാധ്യത ഓഫ് ലോഡ് ചെയ്യും. അത് നമുക്ക് ഏത് സൈഡിൽ വേണമെങ്കിലും ആക്കാം. ഇപ്പോൾ ബാക്കിലാണ് ഉണ്ടെങ്കിൽ ബാക്കിൽ നമുക്ക് ഓഫ് ലോഡ് ചെയ്യാം. ഈവൻ സെൻട്രലിലാണെങ്കിൽ നമുക്ക് സെൻട്രൽ ഓഫ് ലോഡ് ചെയ്യാം, എവിടെ വേണമെങ്കിൽ ഓഫ് ലോഡ് ചെയ്യാം. ആൻഡ് ഡിപ്പെൻസ് ഓൺ ദി പേഷ്യൻസ്. ചിലപ്പോൾ ചില പേഷ്യൻസിന് അവരുടെ ആംഗിളിൻ്റെ മുകളിലേക്ക് ബലം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഹൈ ആംഗിൾ ഫുട്വെയർ കൊടുക്കും. അപ്പോൾ ഇവിടെ വെച്ചിട്ട് സപ്പോർട്ടും കൊടുക്കും. ദേ ക്യാൻ ഈസിലി വാക്ക്. ഇതിന് എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ സാറും നമ്മളും എല്ലാം ചെയ്യുന്നത് പേഷ്യൻറ്റിനെ നടത്തിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഇസ് നമ്മുടെ ജോലി, അതാണ്. അല്ലെങ്കിൽ നടന്നില്ലെങ്കിൽ പേഷ്യൻറ്റ് പിന്നെയും കാലിൽ പ്രഷർ കിട്ടില്ല, പിന്നെയും കൂടെ പ്രോബ്ലത്തിലേക്ക് പോകും. സോ വിൽ ഗിവ് എ ഫുട്വെയർ, ഇറ്റ്സ് കോൾഡ് എ കസ്റ്റമൈസ്ഡ് ഫുട്വെയർ. അത് നമുക്ക് ഏത് മോഡലോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇറ്റ്സ് ദാറ്റ് വി ആർ ഡൂയിങ് ഇറ്റ്. പലപ്പോഴും നമ്മളൊരു ഡയബറ്റിക് ഫുട്വെയറിനെ കുറിച്ച് നമ്മുടെ പേഷ്യൻസായിട്ട് ഡിസ്കസ് ചെയ്യുമ്പം ഒരു കാര്യം നമ്മൾ വിട്ടുപോകാറുണ്ട്. ഇത് എത്ര നാൾ കൂടുമ്പോൾ ഇത് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ലൈഫ് എന്താണെന്ന് പലപ്പോഴും നമ്മൾ അത് ഡിസ്കസ് ചെയ്യാറില്ല. അപ്പോൾ പ്രകാശ് നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസിൻ്റെ അടുത്ത് ഇതിനൊരു ഉത്തരം നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പേഷ്യൻ്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണത്. എത്ര മാസം എത്ര നാൾ കൂടുമ്പോൾ പേഷ്യൻ്റ് നോർമലി ഒരു പേഷ്യൻ്റ് ഒരു നമ്മളിപ്പോൾ ജെൻസൊക്കെ ആണെങ്കിൽ നമുക്ക് 1 ഇയർ നമുക്ക് ഈ ഫുട്വെയർ യൂസ് ചെയ്യാം. ലേഡീസ് ആണെങ്കിൽ അത് കൂടുതൽ ചിലപ്പോൾ ചിലർ യൂസ് ചെയ്യുന്നത് ഡിപ്പെൻസ് ഓൺ ദി അവരുടെ യൂസേജ്, അവരുടെ ഗേറ്റ്. മഴക്കാലത്ത് വെള്ളത്തിലിടുന്ന ആൾക്കാർക്കാണെങ്കിൽ ലൈഫ് കുറേ. നോർമലി ഒരു പേഷ്യൻറ്റിന് ഒരു 8 to 9 months കഴിയുമ്പോൾ ഈ ഇൻസോളിൻ്റെ പ്രഷർ കുറയും. അപ്പോൾ അവർക്ക് ഫീൽ ചെയ്യും, ഓട്ടോമാറ്റിക്കലി ദേ വിൽ ഫീൽ ഇറ്റ്. അപ്പോൾ അവർ വരും, നമ്മുടെ അടുക്ക് വരും, ഇങ്ങനെ പെയിൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ഡോക്ടറുടെ അടുക്ക് വരും, ഡോക്ടർ ക്യാൻ റെക്കമെൻഡ്. അപ്പോൾ ഈ നമുക്കൊന്ന് സജസ്റ്റ് ചെയ്യാം എന്നുള്ളതെന്ന് വെച്ചാൽ 2 things. വേറെ ഔട്ടറിൽ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല എങ്കിൽ നമുക്കിത് ഇൻസോൾ മാറ്റി കൊടുക്കാൻ പറ്റും. നമുക്ക് ജസ്റ്റ് പുട്ട് അനദർ ഇൻസോൾ. അല്ല ഇനിയിപ്പോൾ വേറെ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചില കറക്ഷൻസൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഫുട്വെയറിൽ ചെറിയ കറക്ഷൻസ് ചെയ്ത് ദേ ക്യാൻ യൂസ് ഇറ്റ്. നോർമലി 1 year കഴിയുമ്പോഴത്തേക്ക് they have to change the footwear, അല്ലെങ്കിൽ they have to consult the doctor. എന്തെങ്കിലും കറക്ഷൻസ് ഫുട്ടിലുണ്ടോ എന്ന് നോക്കിയിട്ട് if they want to have another footwear with any further corrections, they can go for the another next footwear. അതാണ് നമ്മൾ നോർമലി സജസ്റ്റ് ചെയ്യുന്ന ഫുട്വെയർ.
നമ്മൾ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എല്ലാ മിനിറ്റും നമ്മുടെ ഇന്ത്യയിൽ ഒരു കാല് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രമേയം മൂലം. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ഇത് തടുക്കാനാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഈ തടുക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം ഡയബറ്റിക് ഫുട്വെയർ അല്ലെങ്കിൽ പാദരക്ഷ തന്നെയാണ്. അപ്പോൾ നമ്മളിന്ന് പാദരക്ഷയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. നമ്മൾക്ക് മനസ്സിലായി ഇത് പ്രിവെൻറ്റീവ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. എല്ലാ പ്രമേയ രോഗികളും ഈ പ്രിവെൻറ്റീവ് ഫുട്വെയർ ഉപയോഗിക്കുന്നത് നല്ലത്. ഇനി ചില സിറ്റുവേഷനിൽ ഫുട്വെയർ മോഡിഫൈ ചെയ്യണം. അങ്ങനെ ഉള്ളപ്പം തീർച്ചയായിട്ടും മോഡിഫൈ ചെയ്യണം. അതിന് കുറേ ഗുണങ്ങളുണ്ട്. നമുക്കിന്ന് പ്രകാശ് നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു പ്രകാശ് ഫോർ യുവർ ടൈം. താങ്ക് യു സർ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ഇറ്റ്.